ഹലോ ഫ്രണ്ട്സ്, DEARATTIREലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഷോളിലോ ഡ്രസ്സിലോ സ്ലീവിലോ ഒക്കെ ഇതുപോലെ ഹാങ്ങിങ്സ് പിടിപ്പിച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതെങ്ങനെയാണ് നമുക്ക് നീറ്റായിട്ട് പിടിപ്പിക്കുക എന്നുള്ളത് കാണിക്കാനായിട്ടാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഹാങ്ങിങ്സിന് വേണ്ടി ഞാൻ ചെറിയ സർക്കിൾ ബീഡ്സും ഡ്രോപ്പ് ഷേപ്പിലെ ബീഡ്സുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ഫാബ്രിക്കിൻ്റെ അതേ കളറിലെ ത്രെഡ് വേണം, സാധാരണ നീഡിലും വേണം. ഇതെങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഏത് രീതിയിലുള്ള ബീഡ്സ് വെച്ചും ചെയ്യാവുന്നതേ ഉള്ളൂ. മെത്തേഡ് സെയിം ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നീഡിലേക്ക് ത്രെഡ് കോർക്കാം. അപ്പോൾ നീഡിൽ ത്രെഡ് കോർത്തിട്ടുണ്ട്. ഈ ത്രെഡിൻ്റെ അറ്റത്ത് ഞാൻ കെട്ടിട്ടിട്ടില്ല. കെട്ടിടാൻ നേരം നമ്മുടെ ഒരു ആ കെട്ട് നമുക്ക് ചിലപ്പോൾ എടുത്തറിയാൻ പറ്റും. ഇപ്പോൾ സ്ലീവിലൊക്കെ ആണെങ്കിലും അതിന് പകരം നമ്മൾ സ്റ്റാർട്ടിംഗ് നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഫാബ്രിക് സിക്സാഗ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ രണ്ട് ഭാഗവും ഒരുപോലെ നീറ്റായിട്ടിരിക്കും സിക്സാഗ് ചെയ്യുമ്പോൾ. അതിനുശേഷം ഇതുപോലെ നമ്മൾ നൂലെടുത്തിട്ട് ജസ്റ്റ് 2-3 തവണ ചെയിൻ സ്റ്റിച്ച് പോലെ കൊടുക്കുക. അതായത് സൂചി കുത്തി സൂചിയുടെ ചുറ്റും ഒന്ന് കറക്കി എടുത്തിട്ട് 2-3 തവണ അതുപോലെ സെയിമായിട്ട് സ്റ്റിച്ച് കൊടുക്കുക. അതേ രീതിയിലുള്ള സ്റ്റിച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് നോട്ട്. എല്ലാ എംബ്രോയിഡറിയിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ഫാബ്രിക്കിൻ്റെ രണ്ട് സൈഡും നീറ്റായിട്ടിരിക്കും. ഇനി നമുക്ക് ആ ബാലൻസ് വന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ തുണിയുടെ നല്ല ഭാഗവും മോശഭാഗവും ഒരുപോലെ നല്ല നീറ്റായിട്ടിരിക്കും. ത്രെഡ് വിട്ടും പോവില്ല ഇതുപോലെ ചെയ്യുമ്പോൾ. ഇനി ആദ്യം തന്നെ ഞാനൊരു സർക്കിൾ ബീഡാണ് എടുക്കുന്നത്. അത് നമുക്ക് കോർക്കാം. അപ്പോൾ സർക്കിൾ ബീഡ് കോർത്തു. ഇനി നമുക്ക് ഈ ഒരു ഡ്രോപ്പ് ഷേപ്പിലുള്ള ബീഡ് കോർക്കാം. ഡ്രോപ്പ് ഷേപ്പിലെ ബീഡിന് പകരം ബ്യൂഗിൾ ബീഡോ എന്താണെങ്കിലും മതി. ബ്യൂഗിൾ ബീഡൊക്കെ അറിയാമായിരിക്കും, ഗ്ലാസ് ബീഡ് പോലത്തെ ലെങ്ത് ഉള്ളത്. അത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യാം. ഇനി അതിന് ശേഷം വീണ്ടും ഒരു സർക്കിൾ ബീഡ് കൂടി കോർക്കണം. ഇനി ചെയ്യേണ്ടത് മൂന്നാമത് നമ്മൾ കോർത്ത ബീഡ്സ് കുറച്ച് നീക്കി വെച്ചതിന് ശേഷം ആദ്യം കോർത്ത 2 ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ത്രെഡും നീഡിലും തിരിച്ചെടുക്കാം. ഇനി അതിനുശേഷം അടുത്തത് കോർക്കുമ്പോൾ നമ്മൾ ആ ത്രെഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും അടുത്ത സ്പോട്ട് എവിടെയാണോ അവിടത്തേക്ക് കുറച്ച് ലൂസിൽ ത്രെഡ് ഇട്ടിട്ട് ആദ്യം കൊടുത്തതുപോലെ സ്റ്റാർട്ടിംഗ് നോട്ട് അവിടെയും കൊടുക്കാം. ഇനി സ്റ്റാർട്ടിംഗ് നോട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 ഭാഗത്തു നിന്നും ഈ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫാബ്രിക്കിൻ്റെ 2 സൈഡും ഒരേപോലെ വൃത്തിയായിട്ടിരിക്കും. നമ്മുടെ ത്രെഡ് നല്ല സ്ട്രോങ്ങും ആയിരിക്കും, വിട്ടൊന്നും പോവില്ല. ഇനി വീണ്ടും ആദ്യം ഒരു സർക്കിൾ ബീഡ് കോർത്തു, പിന്നെ ഡ്രോപ്പ് ഷേപ്പിലെ ബീഡ് കോർത്തു, അതിനുശേഷം വീണ്ടും ഒരു സർക്കിൾ ബീഡ് കോർത്തു. ഇനി ലാസ്റ്റ് കോർത്ത ആ ഒരു ബീഡ് നീക്കി വെച്ചതിന് ശേഷം ആദ്യത്തെ 2ലും കൂടെ തിരിച്ചെടുക്കുക. എൻഡ് നോട്ട് കൊടുക്കുക. ഒരു 3 കെട്ട് മതിയായിരിക്കും. ഇപ്പോൾ നമ്മൾ ഹാങ്ങിങ്സ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ത്രെഡ് കട്ട് ചെയ്ത് കോർക്കേണ്ട ആവശ്യമില്ല. എല്ലാം ചെയ്തതിന് ശേഷം ഇടയ്ക്ക് വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. ഫാഷൻ ഡിസൈനിങ് കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.